കാലിക്കറ്റ് സർവകലാശാലയുടെ FIUGP രണ്ടാം സെമസ്റ്റർ BA മലയാളം സിലബസിലെ വിവർത്തന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സുപ്രധാനമായ ഒരു പാഠഭാഗമാണ് ഏകാന്ത പഥികൻ. ലോകപ്രശസ്തമായ ഫ്രീഡം അറ്റ് മിഡ്നൈറ്റ്, ലാരി കോളിൻസ്, ഡൊമിനിക് ലാപ്പിയർ എന്നിവർ ചേർന്ന് എഴുതിയ ഗ്രന്ഥത്തിൻ്റെ മലയാള വിവർത്തനമായ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന പുസ്തകത്തിലെ വാക്ക് അലോൺ എന്ന രണ്ടാം അധ്യായമാണ് ഇത്. TKG നായർ, MS ചന്ദ്രശേഖര വാര്യർ എന്നിവർ ചേർന്നാണ് ഈ കൃതി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത്. ഒരു വിവർത്തന പാഠം എന്ന നിലയിൽ ഈ അധ്യായം ബിരുദ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഉൾക്കാഴ്ചകൾ ഇങ്ങനെയാണ്. അതിൽ ഒന്നാമതായി, തലക്കെട്ടിൻ്റെ ഔചിത്യവും അർത്ഥവ്യാപ്തിയും ടാഗോറിൻ്റെ ഏക്ല ചലോരെ അഥവാ ഒറ്റയ്ക്ക് നടക്കുക എന്ന ആശയത്തെ മുൻനിർത്തിയാണ് ഈ മൂലകൃതിയിൽ ഈ അധ്യായത്തിന് വാക്ക് അലോൺ എന്ന് പേര് നൽകിയിരിക്കുന്നത്. ഇന്ത്യ മുഴുവൻ സ്വാതന്ത്ര്യത്തിൻ്റെ ആഘോഷങ്ങളിൽ മുഴുകുമ്പോൾ നഖാലിയിലെ കലാപബാധിത പ്രദേശങ്ങളിൽ സമാധാനത്തിനായി ഒറ്റയ്ക്ക് നടക്കുന്ന ഗാന്ധിജിയാണ് ഈ അധ്യായത്തിൻ്റെ കേന്ദ്രബിന്ദു. ഏകാന്ത പഥികൻ എന്ന മലയാള പരിഭാഷ ഗാന്ധിജിയുടെ ഈ മാനസിക അവസ്ഥയെയും അദ്ദേഹത്തിൻ്റെ ആദർശപരമായ ഒറ്റപ്പെടലിനെയും ഏറ്റവും കൃത്യമായി കാവ്യാത്മകമായി പ്രതിഫലിപ്പിക്കുന്നു. രണ്ടാമതായി, ചരിത്രരേഖയും സാഹിത്യവും തമ്മിലുള്ള സമന്വയം. ഒരു ചരിത്ര ഗ്രന്ഥത്തിൻ്റെ വിവർത്തനം എന്നത് കേവലം വസ്തുതകളുടെ കൈമാറ്റം മാത്രമല്ല, പത്രപ്രവർത്തന ശൈലിയും നോവലിൻ്റെ ആഖ്യാന ശൈലിയും ചേർന്നതാണ് ഫ്രീഡം അറ്റ് മിഡ്നൈറ്റ് എന്ന മൂലകൃതി. ഇംഗ്ലീഷ് ഭാഷയിലുള്ള ആ ആഖ്യാന വേഗം ഒട്ടും ചോർന്നു പോകാതെ, എന്നാൽ മലയാള ഭാഷയുടെ സ്വാഭാവികമായ താളത്തിൽ അത് പുനഃസൃഷ്ടിക്കാൻ വിവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ചരിത്ര സംഭവങ്ങളെ വിരസതയില്ലാതെ എങ്ങനെ ഭാഷാന്തരണം ചെയ്യാം എന്നതിൻ്റെ മികച്ച മാതൃകയാണ് ഇത്. സ്വാതന്ത്ര്യലബ്ധിയുടെ പടിവാതിൽക്കൽ നിൽക്കുമ്പോഴും വിഭജനത്തിൻ്റെ മുറിവുകൾ ഗാന്ധിജിയിൽ സൃഷ്ടിച്ച ആന്തരിക സംഘർഷങ്ങളാണ് ഈ അധ്യായത്തിൻ്റെ ആത്മാവ്. ഗാന്ധിജിയുടെ നൊമ്പരവും നിസ്സഹായതയും അതേസമയം അഹിംസയിലുള്ള അടിയുറച്ച വിശ്വാസവും വായനക്കാരിലേക്ക് കൃത്യമായി സംവേദനം ചെയ്യാൻ ഉചിതമായ പദസമ്പത്താണ് വിവർത്തകർ ഉപയോഗിച്ചിരിക്കുന്നത്. വിദേശികളായ 2 ഗ്രന്ഥകർത്താക്കൾ ഇന്ത്യൻ ചരിത്രത്തെയും ഗാന്ധിജിയെയും നോക്കിക്കാണുന്ന രീതിയാണ് മൂലകൃതിയിലുള്ളത്. അവരുടെ പാശ്ചാത്യവും വസ്തുനിഷ്ഠവുമായ വീക്ഷണത്തെ ഇന്ത്യൻ ജനതയുടെ വൈകാരികതയോട് ചേർത്ത് നിർത്തിക്കൊണ്ട് മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്യുക എന്നത് ശ്രമകരമായ ഒരു ദൗത്യമാണ്. സാംസ്കാരികമായ ഈ വിടവ് നികത്തിക്കൊണ്ടാണ് ഏകാന്ത പഥികൻ തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. വിവർത്തനം എന്നത് ഒരു ഭാഷയിലെ വാക്കുകൾ മറ്റൊരു ഭാഷയിലെ വാക്കുകൾ കൊണ്ട് പകരം വയ്ക്കൽ മാത്രമല്ലെന്നും അതൊരു സാംസ്കാരിക വിനിമയമാണെന്നും വിദ്യാർത്ഥികളെ ബോധ്യപ്പെടുത്താൻ ഈ പാഠഭാഗം സഹായിക്കും. ചരിത്ര പുസ്തകങ്ങൾ വിവർത്തനം ചെയ്യുമ്പോൾ പാലിക്കേണ്ട വസ്തുതാപരമായ സൂക്ഷ്മതയും ഈ പാഠഭാഗം ചർച്ച ചെയ്യുന്നുണ്ട്.